ഇന്ന് ഇവിടെ ഒരു ചിത്രാവതി നദിയുടെ തീരത്തുള്ള ഒരു അമ്പലത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതിനെപ്പറ്റി കൂടിയതായി എനിക്കൊന്നും അറിയില്ല. എന്നാലും ഇന്ന് ഞാൻ ഈ അമ്പലത്തിലൂടെ വന്നു. എൻ്റെ കൊച്ചുമോളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അതുകൊണ്ട് ഞാൻ ഇന്ന് അവിടെ കൊണ്ട് ഇവിടെ വന്നു. അമ്മയ്ക്ക് പായസനേദ്യം നിവേദിച്ച ശേഷം അമ്മയുടെ മുന്നിലിരുന്ന് ഒരു നാമം ജപിക്കാമെന്ന് കരുതി അമ്മയ്ക്ക് വേണ്ടി ഒരു നാമം ഞാൻ സമർപ്പിച്ചു. അപ്പോൾ ഒരു ചെറിയതായി എൻ്റെ അറിവിലുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ചിത്രാവതിയിലാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിത്രാവതി നദിയുടെ തീരത്ത് ഉള്ള ഒരു ഗംഗമ്മ ദേവി ടെമ്പിളാണിത്. ഇവിടെ പല ദേവിമാരുടെ അമ്പലങ്ങളുണ്ട്. എന്നാലും ഇത് വളരെ പുരാതനമായി ഞാൻ വന്ന വർഷം തൊട്ടേ ഈ അമ്പലം കാണുന്നുണ്ട്. അന്നൊരു ചെറിയ അമ്പലമായിരുന്നു. ഇവിടെ വന്ന എല്ലാവരും തൊഴും. ഞങ്ങൾ ഇറങ്ങി പോകുന്ന സമയത്ത്, റോഡിൽ നിന്ന് പോകുന്ന സമയത്ത് ഇവിടെ ഒന്ന് തൊഴുതിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഒരു വർഷമായി ഇതിനൊരു പുനരുദ്ധാരണം നടന്നു. നമ്മുടെ നാട്ടിലുള്ള അമ്പലങ്ങൾക്കെല്ലാം പുനരുദ്ധാരണം വരുന്ന പോലെ ഇവിടുത്തെ ദേവിക്ക് ഒരു പുനരുദ്ധാരണത്തിൻ്റെ ആരംഭം കുറിച്ചു. അത് ഒരു 6 മാസത്തിൽ കൂടുതൽ അതിൻ്റെ ശില്പകലകൾക്കും എല്ലാത്തിനുമായി അവർ ചെലവഴിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ കൂട്ടുള്ള തൂണുകളും അതിലെ ചിത്രരേഖകളും എല്ലാം വളരെ വൈവിധ്യമാർന്നതാണ്. അപ്പോൾ ഈ ദേവി സ്വയംഭൂവായി ഇവിടെ വന്നതാണെന്നാണ് അവർ പറയുന്നത്. സ്വയംഭൂവായി അവതരിച്ച ആ ദേവിയെ ഒരു കാരണവശാലും അവിടുന്ന് മാറ്റാൻ പറ്റില്ല. ആ ദേവിയിൽ ഒരു ചൈതന്യ രൂപം അവർക്ക് സ്വപ്നത്തിൽ മനസ്സിലായെന്നാണ് പറയുന്നത്. ഇവിടെ ആ രൂപം അങ്ങനെ തന്നെ താഴെ വെച്ചിട്ട് അതിനെ അലങ്കരിച്ച് വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഒരു പുതിയ പ്രതിഷ്ഠ, ഗംഗാമാദേവിയുടെ ഒരു പുതിയ പ്രതിഷ്ഠ വെച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും അവിടെ പൂജ ചെയ്യുന്നത്. എല്ലാവരും അവിടെ ഒന്ന് തൊഴാറുണ്ട്. താഴെയും ദീപാരാധനയുണ്ട്, മേളിലും ദീപാരാധനയുണ്ട്. നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെല്ലാം അവരവിടെ പൂജ ചെയ്ത് നമുക്കത് തിരികെ തരും. നമുക്കത് പ്രസാദമായി എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യാം. ഇതിൻ്റെ ഇപ്പോൾ പുനരുദ്ധാരണം കഴിഞ്ഞ് അതിൻ്റെ ഉദ്ഘാടനം നടന്നത് ഈ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 15-ാം തീയതി ആയിരുന്നു നടന്നത്. ഇനി ഇവിടെ ജൈത്രയുണ്ട്. അപ്പോൾ ജൈത്ര സമയത്ത് എന്തെങ്കിലും കൂടുതലായിട്ട് അനുഭവങ്ങളുണ്ടായാൽ അതും എനിക്ക് വീഡിയോയിൽ കൂടെ ഇടണമെന്നുണ്ട്. വളരെ അന്തരീക്ഷം, കാരണം ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ സ്വാമിയുടെ അമ്പലമുണ്ട്. പിന്നെ നമ്മുടെ ചിത്രാവതി നദിയുണ്ട്. പിന്നെ ഇത് 4 സൈഡും മതിലുകളാൽ ചുറ്റി വളരെ ശാന്തമായ ഒരു അമ്പലമാണ്. അതുകൊണ്ട് ഈ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചിത്രാവതിയിലെ ഗംഗമ്മ ദേവിക്ക് വേണ്ടിയാണ് ഇത് സമർപ്പിക്കുന്നത്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന നാമം ഏകാഗ്ര മനസ്സോടെ ജപിക്കുകയും ശ്രീ മഹാലക്ഷ്മിയെ സ്തുതിക്കാൻ ഇന്ദ്രവിരചിതമായ ശ്രീ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതാണ്. ഞാനിവ മഹാലക്ഷ്മി അഷ്ടകമാണ് ഇവിടെ ചൊല്ലുന്നത്. നമസ്തേ മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖുചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ ലോകാസുരഭയങ്കരി സർവഭാവഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. സിദ്ധിബുദ്ധിപ്രദേ ദേവി മുക്തിമുക്തിപ്രദായിനി മന്ത്രമൂർത്തേ സദാ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. അഭ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗേശേ യോഗസംഭൂതേ മഹാലക്ഷ്മീ നമോസ്തുതേ. മഹാപാപഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. സ്ഥൂലസൂക്ഷ്മമഹൗരദ്രേ മഹാശക്തി നമോസ്തുതേ. പദ്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശീ ജഗന്മാതാ മഹാലക്ഷ്മീ നമോസ്തുതേ. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗസ്ഥിതേ ജഗന്മാതാ മഹാലക്ഷ്മീ നമോസ്തുതേ. മഹാലക്ഷ്മി അഷ്ടകസ്തോത്രം എപ്പടേൻ ഭക്തിമാൻ നരഃ സർവസിദ്ധ്നവാപ്നോതി രാജ്യം പ്രാപ്നോതി സർവദാ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസ്വാർത്ഥികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുതേ.